നമസ്കാരം, എൻ്റെ പേര് രാഹുൽ. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് സിനിപോൾസിലെ കൊച്ചിയിലെ ആദ്യത്തെ ഐമാക്സ് തുറന്ന കാര്യം നിങ്ങൾക്ക് അറിയാം. ഒബ്വിയസ്ലി ഐമാക്സ് വിത്ത് ലേസറാണ്, 4K ഐമാക്സ് ആണത്. കേരളത്തിലെ ആദ്യത്തെ 4K ലേസർ ഐമാക്സ് ആണത്. സൗത്ത് ഇന്ത്യയിലെ രണ്ടാമത്തെ 4K ലേസർ ഐമാക്സ് ആണത്. ആദ്യത്തേത് കോയമ്പത്തൂരിലുള്ള ബ്രോഡ്വേ സിനിമാസാണ്. അത് ആക്ച്വലി 4K ലേസർ XT വിത്ത് 12 ചാനലാണ്. അതാണ് ടോപ്പ് മോസ്റ്റ് സ്പെക്കുള്ള ഐമാക്സ് സൗത്ത് ഇന്ത്യ ഭാഗത്തുള്ള. പക്ഷേ സിനിപോളിസ് ഇവിടെ ഉള്ളത് ഒരു 6 ചാനലാണ്. 6 ചാനൽ എന്ന് പറയാൻ പാടില്ല, 5 ചാനലാണ്. ശരിക്കും ഐമാക്സിന് 6 ചാനൽ സംഭവമില്ല, 5 ചാനലാണ് ഉള്ളതെന്നാണ് നമ്മൾ ഈ അടുത്തായിട്ട് അറിഞ്ഞത്. അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ശ്രീ എന്ന് പറഞ്ഞൊരു ആൾ ചെയ്യുന്നുണ്ട്. അവൻ ആ വീഡിയോ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പിന്നെ അത് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട്, ഇപ്പോൾ തൽക്കാലത്തേക്ക് പുള്ളി കണ്ടുപിടിച്ച കാര്യങ്ങളാണ് അതെല്ലാം. അപ്പോൾ പുള്ളി ഷുഡ് ഷെയർ ദാറ്റ്. പിന്നെ മാത്രമല്ല, ഇവിടെയും 4K ലേസർ XT ആണുള്ളത്. സോ ഞാൻ അവിടെ നിന്ന് 2 സിനിമകൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഒന്ന് പുഷ്പ 2ഉം ഒന്ന് മൊവാന 2ഉം. 2 സെക്കൻഡ് പാർട്ടാണ് കണ്ടത്. സർപ്രൈസിങ്. പിന്നെ മാത്രമല്ല, ഞാൻ ഈ സിനിമകൾ ഓൾറെഡി ഇവിടുത്തെ PVR PXL കണ്ടാണ്. പേഴ്സണലി എനിക്ക് കൊച്ചിയിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ക്രീനാണ് PVR PXL. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഓൾറെഡി ഞാൻ കണ്ട സിനിമയാണ് വീണ്ടും ഞാനിവിടെ കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് സ്ക്രീൻ എന്ന് ഞാൻ പറയുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഓൾറെഡി കിട്ടിയൊരു സിനിമയാണ് ഞാൻ ഐമാക്സിൽ വന്ന് കാണുന്നത്. സോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാതെ എനിക്ക് എന്ത് വ്യത്യാസം വന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്തതല്ല. ഞാൻ 3Dനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് പകരം ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറേ സ്ഥലത്ത് കണ്ടു ഐമാക്സിൽ നോർമലുള്ള സിനിമകൾ കാണുന്നത് എന്തിനാണ്, സ്കോപ്പ് സിനിമകൾ ഐമാക്സിൽ കാണേണ്ട കാര്യമില്ല എന്നൊക്കെ. ബട്ട് ജസ്റ്റ് മേക്ക് ഇറ്റ് ക്ലിയർ, ഐമാക്സിൽ ഇടുന്ന എല്ലാ സിനിമകളും, അത് ഒഫീഷ്യലി ഐമാക്സ് TX സ്ക്രീനിൽ ഇടുന്ന സിനിമകൾ ഐമാക്സിന് DMR എന്ന് പറഞ്ഞാൽ റീമാസ്റ്ററിങ് പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അത് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ അതിന് നല്ല ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് കണ്ട ഒരാൾക്ക് ഡിഫറൻസ് എന്ന് പറയാൻ പറ്റും. ഇത് 2K സീനണിൽ കണ്ടു കഴിഞ്ഞാൽ ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പേഴ്സണലി എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പണ്ട് കണ്ടപ്പോൾ. ബട്ട് 4K ലേസർ XTയിൽ കാണുമ്പോൾ ആ റീമാസ്റ്ററിങ്ങിൻ്റെ ഗുണം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഐമാക്സ് DMRൽ ചെയ്ത ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് സ്കോപ്പ് റേഷ്യോ ആണെങ്കിൽ ബാഡിൽ നിന്നാണ് ബ്ലാക്ക് ബാർ ഉണ്ടാവും. ബട്ട് ഐമാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലി 1.90 അല്ലെങ്കിൽ 1.43 റേഷ്യോയുള്ള സിനിമകൾ മാത്രമല്ല ഐമാക്സ് ഐമാക്സിൽ ഇറങ്ങുന്ന എല്ലാ സിനിമയ്ക്കും അല്ലെങ്കിൽ ഇറങ്ങുന്ന DCPക്ക് അല്ല അതിൻ്റേതായ എക്സ്ട്രാ ക്വാളിറ്റി സാധാരണ സിനിമ തിയേറ്ററിൽ ഉണ്ടാവും. അല്ലെങ്കിൽ ഐമാക്സ് എന്ന് പറഞ്ഞ പേരിൽ ആ സിനിമകൾ അവിടെ ഇറക്കേണ്ട കാര്യമില്ല. അതിനുവേണ്ടി ആ ക്വാളിറ്റീൻ്റെ അടുത്തെത്തിക്കാൻ, അതായത് ഒറിജിനൽ ഐമാക്സ് ക്യാമറ ഷൂട്ട് ചെയ്യുന്ന ക്വാളിറ്റിയുടെ അടുത്തെത്തിക്കുക. അതിപ്പോൾ ഇപ്പോൾ ഡിജിറ്റൽ ഐമാക്സ് ക്യാമറാസാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ക്വാളിറ്റീൻ്റെ അടുത്തെത്തിക്കാൻ വേണ്ടിയാണ് ഇവർ DMR എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ ഐമാക്സിൽ 1.90 റേഷ്യോ ഉള്ള സിനിമകൾ മാത്രമാണ് ഞാൻ ഐമാക്സിൽ പോയി കണ്ടിരുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഡിഫറൻ്റ് ഒരു സ്റ്റേറ്റിൽ പോയിട്ട്, അത് വേറൊരു സ്റ്റേറ്റിൽ പോയിട്ട് സിനിമ കാണേണ്ട ഒരാളാണ്. എൻ്റെ കൊച്ചിയിൽ ഇവിടെ ഐമാക്സ് ഉണ്ടായിരുന്നില്ല. സോ ട്രിവാൻഡ്രം അല്ലെങ്കിൽ കോയമ്പത്തൂർ, ബാംഗ്ലൂർ ഇവിടെയൊക്കെ പോയാണ് ഞാൻ ഐമാക്സ് സിനിമ കണ്ടത്. അപ്പോൾ സോ എനിക്ക് ആ സമയത്ത് അത് വൃത്തിയായിട്ട് തോന്നിയിരുന്നില്ല സ്കോപ്പ് സിനിമ ഐമാക്സിൽ പോയി കാണാം. പിന്നെ മാത്രമല്ല, അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു എനിക്ക്. പക്ഷെ അന്ന് ഞാൻ തർക്കിച്ച പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സിറ്റിയിൽ ഒരു ഐമാക്സ് വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഐമാക്സ് സിനിമ കാണുന്നതിൻ്റെ പ്രിഫറൻസ് കൂടും. ഓക്കെ, അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐമാക്സിൽ എനിക്കറിയാം ഓൾറെഡി നല്ല ക്വാളിറ്റി ആയിരിക്കും ബാക്കിയുള്ള സ്ഥലത്ത് നിന്ന്. ഒരു കൺസിസ്റ്റൻറ്റ് ക്വാളിറ്റി എനിക്ക് എക്സ്പെക്റ്റ് ചെയ്യുക ഒരു സിനിമ അവിടെ നിന്ന് കാണുമ്പോൾ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റീജിയണൽ PLFൻ്റെ പ്രശ്നവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഒരു തിയേറ്റർ ഡിസൈഡ് ചെയ്യുന്ന സിനിമകളാണ് അവിടെ പ്ലേ ചെയ്യുക. അപ്പോൾ ഞാനൊരു ഇംഗ്ലീഷ് സിനിമ കാണാനാണ് ആഗ്രഹിക്കുന്നെങ്കിൽ ആ ഇംഗ്ലീഷ് സിനിമയ്ക്ക് എപ്പോഴും ആ PLF ഫോർമാറ്റിലുള്ള അല്ലെങ്കിൽ ആ ടോപ്പ് എൻ്റെ സ്ക്രീൻ കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ 4K ലേസർ അറ്റ്മോസ്ഫിയർ സ്ക്രീൻ കിട്ടണമെന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് അവിടെ വേറൊരു നല്ല റീജിയണൽ സിനിമ, മലയാളം, ഹിന്ദി, തമിഴ് ഏത് ഓടുന്ന അവർക്ക് ആ സ്ക്രീൻ അതിലേക്ക് കൊടുക്കും. കാരണം കൂടുതൽ ക്രൗഡ് അതിനാണ് വരുന്നത്. ഒബ്വിയസ്ലി ഞാനൊരു കുറ്റം പറയല്ല, ദാറ്റ് ഈസ് ഹൗ ബിസിനസ് വർക്ക്. അപ്പോൾ പക്ഷേ ഐമാക്സ് അങ്ങനെയല്ല. ഐമാക്സിൽ സർട്ടിഫിക്കേഷൻ ചെയ്ത DMR പ്രോസസ് സർട്ടിഫിക്കേഷൻ ചെയ്ത സിനിമകൾ അവരൊരു കോൺട്രാക്ട് സൈൻ ചെയ്യുന്നുണ്ട്. ഐമാക്സിൽ ആ സിനിമകൾ പ്ലേ ചെയ്തേ പറ്റൂ. ആക്ച്വലി പുതിയ സിനിമകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, പ്ലേ ചെയ്തേ പറ്റൂ. അപ്പോൾ എന്ത് വന്നാലും എനിക്കൊരു സിനിമ ഇറങ്ങുമ്പോൾ അത് ഏറ്റവും ബെസ്റ്റ് സ്ക്രീനിൽ കാണാൻ പറ്റും ഇനിവൽ. കാരണം ഐമാക്സിൽ ആ പടം ഇറങ്ങുന്നതാണ്. അപ്പോൾ ഞാനിത് പറഞ്ഞത് എന്ന് വെച്ചാൽ, ഐമാക്സ് DMR പ്രോസസ്സ് ഒരു ഡിഫറൻസ് വരുത്തും. അത് മനസ്സിലാക്കാത്തവർ ദേ ആർ വെൽക്കം ടു കൊച്ചി ഐമാക്സ് ടു നോ ദാറ്റ്. ഞാൻ കേരളത്തിലെ ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത് പ്രത്യേകിച്ച് എടുത്ത്. രണ്ടാമത്തെ കാര്യം, പുഷ്പ 2 ഞാൻ ഓൾറെഡി PXL കണ്ടാണ്. ഐ വാസ് വെരി സാറ്റിസ്ഫൈഡ് വിത്ത് DCP ദർ. അവിടുത്തെ 4K DCP തെലുങ്കിലാണ് ഞാൻ കണ്ടത്. 4K DCP അറ്റ്മോസ്ഫിയർ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഇറ്റ് വാസ് റിയലി ഗുഡ് സൗണ്ടിങ് ആൻഡ് നല്ല അത്യാവശ്യം നല്ല ഷാർപ്പായിട്ടുള്ള നല്ല ക്വാളിറ്റി DCPയിലാണ് ഞാൻ ഈ സിനിമ കണ്ടത് ഓൾറെഡി. പക്ഷേ ഞാൻ പറയുകയാണ്, ഞാൻ ഐമാക്സ് ലേസർ XTയിൽ അത് അന്ന് തന്നെയാണ് ആ സിനിമ കണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക.
എനിക്ക് അപ്പം തന്നെ ഡിഫറൻസ് ശരിക്കും മനസ്സിലാവും. ഷാർപ്നെസ്സിലെ ഡിഫറൻസ് ഭയങ്കരമായിട്ട് അറിയാൻ പറ്റും. കോൺട്രാസ്റ്റ് ഷാർപ്നെസ് എക്സ്പെഷ്യലി ഷാർപ്നെസ് ആണ്. പിന്നെ കാരണം വെച്ചാൽ നമുക്ക് ഫേസിലുള്ള ഷാർപ്നെസ്, ഈ താടി രോമം, പിന്നെ ചെറുതായിട്ട് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വരുന്ന വെള്ളത്തുള്ളിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പിന്നെ റിഫ്ലക്ഷൻസ് ഒക്കെ ഭയങ്കര ക്ലിയർ ആയിട്ട് ഷാർപ്പായിട്ടും നമുക്കത് എടുത്തറിയാൻ പറ്റും. ശരിക്കും അറിയാൻ പറ്റും. നിങ്ങൾ നോട്ടീസ് ചെയ്യും തന്നെ. ഞാൻ നോട്ടീസ് ചെയ്തെങ്കിൽ എല്ലാവർക്കും അത് നിങ്ങൾ നോട്ടീസ് ചെയ്യുക. ക്വാളിറ്റി ഡിഫറൻസ് ഞാൻ ഉറപ്പ് തരാം. അത് ഈ സ്കോപ്പ് റേഷ്യോ ഫ്ലാറ്റ് റേഷ്യോ എന്നുള്ളത് നമ്മൾ ബാധിക്കുന്ന പ്രശ്നമല്ല. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പ്രിൻ്റ് അവിടെ കിട്ടും എന്നുള്ളതാണ് സത്യം 4K DCP. പിന്നെ സൗണ്ടിൻ്റെ കാര്യമാണെങ്കിൽ ഐമാക്സിന് ഇവിടെയുള്ള ഞാൻ പറഞ്ഞല്ലോ 6 ചാനൽ 5 ചാനൽ ഒരു ഡൗട്ട് നമുക്ക് ഇപ്പോഴും ഉണ്ട്. എല്ലായിടത്തും ഐമാക്സ് ശരിക്കും 6 ചാനൽ ഇല്ല. ഐമാക്സിന് 5 ചാനൽ സൗണ്ടാണ് ശരിക്കും ഉള്ളതെന്നാണ് പറയപ്പെടുന്നത്. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെന്നാണ്. അപ്പോൾ അവിടെ 2 ഫുൾ റേഞ്ച് സ്പീക്കറാണ് നമുക്ക് പുറത്ത് കാണുന്നത് ബാക്ക് സൈഡിൽ. പിന്നെ അതുകൂടാണ്ട് ബേസിക് സ്ക്രീനിൻ്റെ പുറത്തും അങ്ങനെ ഉണ്ട് സ്പീക്കേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ സൗണ്ട് വരുമ്പോൾ ഇത് ആക്ച്വലി ഒരു 3D വിർച്വൽ സൗണ്ടായിട്ട് നമുക്ക് തലേൻ്റെ മേലെ കൂടിയൊക്കെ വരുന്ന പോലെ തോന്നും. കാരണം സ്പീക്കർ ഇങ്ങനെ മേലെ രണ്ട് സൈഡിൽ ഇങ്ങനെ ബാക്കിലേറ്റം മേലെ വെച്ചിരിക്കുകയാണ്. അതൊന്നും സ്റ്റേജ് സ്പീക്കേഴ്സിനും വരുന്ന സൗണ്ട് എല്ലാം കൂടി വന്ന് നമ്മുടെ ചുറ്റും ഒരു ഇത് ഫോം ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് അടുക്കിരിക്കുന്നതാണ് നല്ലത് അതുകൊണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം നമുക്ക് ആ സൗണ്ട് ശരിക്കും കിട്ടും. പിന്നെ പ്രത്യേകിച്ചും ഫ്രണ്ടിൽ നിന്ന് സ്റ്റേജിൽ നിന്ന് വരുന്ന പവർഫുൾ ബേസ് നമുക്ക് കിട്ടും. ഐമാക്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ ബേസാണ്. സത്യം പറഞ്ഞാൽ പ്യുവർ ഹൈ ക്വാളിറ്റി ബേസ്. അതാണ് ഐമാക്സ് നിങ്ങൾക്ക് 100% ഓഫർ ചെയ്യാൻ പോകുന്ന സംഭവം. അപ്പോൾ ഈ 3D വിർച്വൽ സൗണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ഓൾമോസ്റ്റ് നമുക്കൊരു സ്പേഷ്യൽ ഓഡിയോ കിട്ടുന്ന പോലെ തോന്നും. ബട്ട് ഒബ്വിയസ്ലി അതിന് അറ്റ്മോസിൻ്റെ ആ ഒരു പിൻ പോയിൻ്റ് ആക്യുറസി ഒന്നുമില്ല ഒബ്ജക്റ്റ് ബേസ്ഡ് സറൗണ്ട് പോലെ. ബട്ട് നമുക്കൊരു ഫീല് കിട്ടും അതിൻ്റെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് 12 ചാനലാണെങ്കിൽ കുറച്ചും കൂടി ഇമ്പാക്റ്റ് ഉണ്ടാവും. പക്ഷേ ഇതുപോലത്തെ ഒരു ചെറിയ, അതായത് ദിസ് ഇസ് നോട്ട് എ ബിഗ് ഓഡി. അപ്പോൾ ആ ഓഡിക്ക് സൈസിനനുസരിച്ചാണ് അവർ ഈ 6 ചാനൽ 12 ചാനലൊക്കെ വെക്കുന്നത്. ഈ ഓഡിക്ക് 6 ചാനൽ ഇസ് ഫാർ ബെറ്റർ ഫോർ അസ്. അതുകൊണ്ട് തന്നെ പ്യുവർ സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഒബ്വിയസ്ലി സൗണ്ടിൻ്റെ സത്യം പറഞ്ഞാൽ റസൽ പുക്കിരി സാറിന് വേണം നമ്മൾ നന്ദി പറയാൻ. കാരണം ഇപ്പം ഞാൻ അറ്റ്മോസിൽ കണ്ടപ്പോഴും ഇവിടെ കണ്ടപ്പോഴും സൗണ്ട് കിട്ടില്ല. അതിൻ്റെ റീസൺ ഹി ആക്ച്വലി റിയലി ഡിഡ് പുള്ളി ചെയ്ത് ഭയങ്കര നന്നായിട്ടാണെന്നുള്ളതാണല്ലോ അർത്ഥം. അവരത് എല്ലായിടത്തും പറയുന്നുണ്ടായിരുന്നു. ദേ വർ അബ്സൊല്യൂട്ട്ലി റൈറ്റ്, സൗണ്ട് വാസ് എക്സലൻറ്റ് എവിടെ കണ്ടാലും. അപ്പോൾ പിന്നെ മാത്രമല്ല ക്ലാരിറ്റി കൂടുമ്പോൾ ചില പ്രശ്നങ്ങളും ഉണ്ട്. നമുക്ക് VFX ഇഷ്യൂസും മറ്റൊക്കെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുമായിരുന്നു ഐമാക്സ് കാണുമ്പോൾ. ഞങ്ങൾ ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ മാത്രം ഞങ്ങൾ ഓൾറെഡി സിനിമ കണ്ട് ഞങ്ങൾക്ക് അത്ര ഇഷ്ടമായിട്ടില്ലായിരുന്നു എനിക്ക് സിനിമ. അപ്പം എൻ്റെ കൂടെ വന്നവർക്കും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പം നമ്മൾ ആ സിനിമ കാണുമ്പോൾ കുറേ കഴിഞ്ഞ് ബോറടിക്കുമ്പോൾ നമ്മൾ ഈ തിയേറ്റർ എക്സ്പീരിയൻസും ഈ പ്രിൻറ്റിൻ്റെ ക്വാളിറ്റികളും മറ്റുമൊക്കെ കൂടുതലും ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ഒന്നും കൂടി കുറേ കാര്യങ്ങൾ കിട്ടുകയായിരുന്നു ചെയ്തത്. അപ്പോൾ എന്തായാലും പുഷ്പ 2 ഐമാക്സിൽ ഞാൻ പറഞ്ഞത് വേർത്തിയാണോ അല്ല എന്നുള്ളതല്ല, ശരിക്കും ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഇവിടെയാണ് കിട്ടിയത്. അതിനെക്കുറിച്ച് വേറെ ആൾക്കാർ പോസ്റ്റിട്ടുണ്ട്. ആക്ച്വലി ഞാൻ തന്നെ ആണെന്നില്ല. പിന്നെ രണ്ടാമത്തെ സിനിമ ഞാൻ കണ്ടത് മൊവാന 2 ആണ്. അത് 3D സിനിമയാണ്. പിന്നെ അത് 2:1 റേഷ്യോ എന്ന സിനിമയാണ്. അപ്പോൾ അത് ഓൾമോസ്റ്റ് ഫുൾ സ്ക്രീൻ അല്ലായിരുന്നു, ഓൾമോസ്റ്റ് ഫുൾ സ്ക്രീൻ. മേലെയും താഴെയും ചെറിയ ബ്ലാക്ക് ബാർ ഉണ്ടായിരുന്നു, പക്ഷേ ഓൾമോസ്റ്റ് ഫുൾ സ്ക്രീൻ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ 3D. ഇത് ഞാൻ ഇത്ര നാൾ വിശ്വസിച്ചിരുന്നത് ഐമാക്സ് ലേസറിൽ മാത്രമാണ് 4K 3D പ്രിൻറ്റ് വരുന്നതാണ്. പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. 3D DCP കേരളത്തിൽ നല്ല ഇന്ത്യയിൽ എവിടെയും ഐമാക്സ് ഐമാക്സ് ലേസറിലല്ലാണ്ട് എവിടെയും 4K ഔട്ട്പുട്ട് കിട്ടുന്നില്ല. എല്ലായിടത്തും സാധാരണ തിയേറ്ററിലെല്ലാം 2K 3D DCP ആണ് വരുന്നത്. 4K 3D DCP വരാറില്ല. പലരും പറയാറുണ്ട് 2K 3Dക്ക് ഷാർപ്നെസ് കുറവാണെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് തിയേറ്ററിലും കണ്ടിട്ട് കാര്യമില്ല. കാരണം കിട്ടുന്ന DCP 2K ആണ്. പക്ഷേ 2D അങ്ങനെയല്ല, 2Dക്ക് 4K പ്രിൻറ്റ് കിട്ടും. അപ്പോൾ ആ ഷാർപ്നെസ്സിന് ഡിഫറൻസ് ഒബ്വിയസ്ലി ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് നേരത്തെ കിട്ടിയ ന്യൂസ് അനുസരിച്ചുള്ള ചെറിയ മിസ്റ്റേക്ക് ആയിരുന്നത് 4K DCP ആക്ച്വലി ഐമാക്സ് വിത്ത് ലേസറിന് മാത്രമല്ല എല്ലാ ഐമാക്സിലും ഒരു 3D സിനിമ 4K വരുന്നുണ്ടെങ്കിൽ അത് എല്ലായിടത്തും 4K പ്രിൻ്റ് തന്നെ ആയിരിക്കും വരിക. കാരണം ഐമാക്സ് എല്ലായിടത്തും ലേറ്റസ്റ്റ് സെർവറാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സോ അത് കിട്ടും. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഡ്യുവൽ സീനൻ തിയേറ്റർ ആണെങ്കിൽ 2K തിയേറ്റർ ആണെങ്കിൽ ഒബ്വിയസ്ലി അവർ ഔട്ട്പുട്ട് വരുന്നത് 2Kയിലായിരിക്കുമല്ലോ. പിന്നെ പ്രിൻറ്റിന് ബിറ്റ് റേറ്റ് കൂടുതലായതുകൊണ്ട് കുറച്ചും കൂടി ക്ലാരിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി അത് തന്നെ ഉണ്ടാവുമായിരിക്കും. അത് നമുക്ക് തോന്നുകയും ചെയ്യും. നമ്മൾ ഐമാക്സ് 3D സിനിമ കാണുമ്പോൾ ഇപ്പോൾ 2K സീനിൽ കണ്ടാലും നിങ്ങൾക്കൊരു ചെറിയ ക്വാളിറ്റി, സാധാരണ നിങ്ങൾ കാണുന്ന തിയേറ്ററിനേക്കാളും കുറച്ചും കൂടി ക്വാളിറ്റി ഫീൽ ചെയ്യുന്നല്ല ശരിക്കും ഫീൽ ചെയ്യും നിങ്ങൾക്കത്. പിന്നെ ഐമാക്സ് സ്ക്രീൻ കാണുമ്പോൾ നമുക്കൊരു ഇമോഷൻ എക്സ്ട്രാ കിട്ടും. അതുപോലെ തന്നെ മൊവാന ആക്ച്വലി 4K DCP ആയിരുന്നു. പക്ഷേ ഐമാക്സ് വിത്ത് ലേസർ, അതായത് ലേസർ XT പ്രൊജക്ടർ, ബാർക്കോഡ് SP40 സീരീസിലുള്ള പ്രൊജക്ടർ തന്നെയാണ് ഐമാക്സ് ലേസർ ഉപയോഗിക്കുന്നത്, ലേസർ XT ഉപയോഗിക്കുന്നത്. അവിടെയാണെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കൊച്ചിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ 3D ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് കിട്ടുക. അതായത് നമ്മൾ 4Kയിൽ തന്നെയാണ് 3D നിങ്ങളുടെ കണ്ണിലേക്ക് വരുന്നത്. ഓക്കെ, അതായത് കേരളത്തിൽ 4K 3D ഔട്ട്പുട്ട് തരുന്ന ഏക തിയേറ്റർ ആണ് ഈ സിനിപോളിസ് കൊച്ചിയിലുള്ളത്.
അപ്പം നിങ്ങൾ എങ്ങനെ വന്നാലും നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ലേസർ സിനിമ 3D സിനിമ കാണാൻ വരിക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് 3D എക്സ്പീരിയൻസ് കിട്ടാൻ പോണത് ഇനി ഇവിടെ ആയിരിക്കും, എൻ്റെ കേരളത്തിൽ. സോ അത് കഴിഞ്ഞിട്ട് മോവാന 2 ഞാൻ കാണാൻ പോയപ്പോൾ ശ്രദ്ധിച്ച കാര്യം, ഞാൻ PXL കണ്ടപ്പോൾ ഇവിടെ കണ്ടപ്പോൾ വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. ഇവിടുത്തെ 3D കുറേ കൂടി നമുക്ക് ഡെപ്ത് ഫീൽ ചെയ്യാമെന്നല്ല പറയേണ്ടത്, കുറച്ചും കൂടി ഇമേഴ്സീവ് ആയിരുന്നു 3D. പല സീനുകളിലും നമുക്ക് എടുത്ത് പറയാം, ഷാർപ്നെസ്സിൽ നമുക്ക് പല സീനിലും എടുത്ത് പറയാം. മഴത്തുള്ളി തന്നെയാണ്, ഫേസ്, ഹെയർ, ഇത് ഞാൻ നേരത്തെ പുഷ്പ 2 പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ ക്ലാരിറ്റി, ഷാർപ്നെസ് ഡിഫറൻസ് നമുക്ക് ഐമാക്സിൽ കിട്ടും. അത് ശരിക്കും ഫീൽ ചെയ്യും. പിന്നെ എൻ്റെ കൂടെ കോയമ്പത്തൂരിൽ 3D കണ്ട ഓൾറെഡി ഞാൻ കോയമ്പത്തൂരിൽ ഐമാക്സ് റീസർ കാണുമ്പോൾ അവിടെയുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവനും ഇവിടെ സിനിമ കാണാൻ വന്നു. അതായത് സിനിമ തിയേറ്റർ തുടങ്ങി 2ാം ദിവസം അവൻ ഇവിടെ സിനിമ കാണാൻ വന്നു, അല്ലെങ്കിൽ 3ാം ദിവസം സിനിമ കാണാൻ വന്നു എന്നുള്ളതാണ് സത്യം. സോ അവൻ്റെ എക്സ്പീരിയൻസും പറയുകയാണെങ്കിൽ അവനും എന്നോട് അത് തന്നെയാണ് പറഞ്ഞത്. ഹീ ഫെൽറ്റ് കോയമ്പത്തൂരിലെ ഐമാക്സിനെക്കാളും നല്ല 3D ആയിരുന്നു കൊച്ചിയിലെ ഐമാക്സിൻ്റെ. ഇനി പുതിയ ഗ്ലാസുകളുടെ ആണോ സംതിങ് ലൈക്ക് തന്നെ, അങ്ങനെ അറിയില്ല നമുക്ക്. പക്ഷേ അത് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ സ്ക്രീൻ പ്യുവർ എഡ്ജ് ടു എഡ്ജ് സ്ക്രീനാണ്. അപ്പോൾ നമ്മുടെ ഫീൽഡ് ഓഫ് വ്യൂ, അതായത് ഈ ഓടി ഇത്രയേ ഉള്ളൂ, അപ്പോൾ 52 ഫീറ്റ് ആണെങ്കിലും ടോട്ടൽ എഡ്ജ് ടു എഡ്ജ് സ്ക്രീൻ ആകുമ്പോൾ അങ്ങനത്തെ സ്ക്രീനുകൾ ഭയങ്കര കുറവാണ്. നിങ്ങൾക്ക് പലയിടത്തും ഓൾമോസ്റ്റ് എഡ്ജ് ടു എഡ്ജ് ആയിരിക്കും, പക്ഷേ ഇതുപോലെ ക്ലോസർ ആയിട്ടുള്ള സ്ക്രീനുകൾ ഭയങ്കര കുറവാണ് അത്ര എഡ്ജായിട്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര നമ്മൾ ഇമേഴ്സീവ് ആയിരിക്കും, നമ്മൾ ഓൾമോസ്റ്റ് ഇൻറ്റേർണൽ ആയിരിക്കും. പിന്നെ മോവാന 2 3D ഒരു കാര്യം എടുത്തു വെച്ചാൽ, നിങ്ങൾ ഈ കങ്കുവയൊക്കെ കണ്ടിട്ട് എക്സഗ്രേറ്റഡ് ആയിട്ട് സാധനങ്ങൾ നിങ്ങളുടെ കണ്ണിലേക്ക് വരുന്നൊക്കെ വിചാരിക്കണേ, അങ്ങനത്തെ 3D ഹോളിവുഡ് പൊതുവെ അങ്ങനെ ചെയ്യാറില്ല. നമ്മുടെ ഇവിടുത്തെ ആൾക്കാരെ ഞെട്ടിക്കാൻ വേണ്ടിയാണ് ഇവിടുത്തെ റേസ് 3Dക്കാർ കൺവേർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുന്നത്. ഈവൻ ഞാനത് മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, ഐ ആൾസോ എൻജോയ് ദാറ്റ്. ബട്ട് ഹോളിവുഡിൻ്റെ ഇത് പറഞ്ഞാൽ നല്ല രീതിയിൽ ഡെപ്ത് കൊടുക്കാൻ, നാച്ചുറലി നമുക്ക് ഡെപ്ത് ഉണ്ടെന്ന് ഫീൽ ചെയ്യുക. ആ ഡെപ്ത് ഈ മോവാന 2 ഉണ്ടായിരുന്നു. 2 3 4 സീനുകൾ ജസ്റ്റ് സ്ക്രീനിന് പുറത്തേക്ക് വരും, ബട്ട് ഭയങ്കര ഹൈപ്പർ എക്സ്റ്റൻഡ് ആയിട്ട് വരില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇടിമില്ല് വരുന്ന സീൻ, കുറേ വെള്ളത്തുള്ളി വരുന്ന സീനും ഇവർ തുഴയുമ്പോൾ വരുന്ന സീൻ, കുറേ സീനുകളിൽ ഇതിങ്ങനെ പുറത്തുണ്ട്. ചില ഈഗിൾ പറക്കും ഇങ്ങനെ വരുന്നുണ്ട്, പക്ഷേ അതൊന്നും സ്ക്രീനിൻ്റെ പുറത്തേക്ക് എക്സഗ്രേറ്റ് ചെയ്ത് വരില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ബട്ട് 3D വാസ് വെരി നീറ്റ്, അടിപൊളിയായിരുന്നു. ഈ സിനിമ വിഷ്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ അതും ഈ എക്സ്പീരിയൻസ് ആഡ് ചെയ്യും. സോ നമുക്ക് കേരളത്തിൽ ഏറ്റവും ബെസ്റ്റ് 3D എക്സ്പീരിയൻസ് കിട്ടാൻ പോകണമെന്ന് കൊച്ചിയിലാണ് ഇനി മുതൽ. സോ എവരിബഡി ഈസ് വെൽക്കം. അതായത് ഇപ്പം നിങ്ങൾക്ക് ഈ ആഴ്ച വരാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ മോവാന 2 തന്നെ കാണാൻ നോക്കാമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം നിങ്ങൾ ട്രാവൽ ചെയ്ത് വരുന്നതാണ്, ഞാൻ ചെയ്യുന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യാൻ പോകണം. അപ്പോൾ മോവാന 2 കാണാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് December 20th മുഫാസ ഇറങ്ങുന്നുണ്ട്. അത് ഓൾമോസ്റ്റ് ഫുൾ സ്ക്രീൻ ആയിരിക്കും. അപ്പോൾ അതും നിങ്ങൾക്ക് ഇവിടെ നല്ല രീതിയിൽ 3D കാണാൻ പറ്റും. ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ ഏക 4K 3D ഔട്ട്പുട്ട് തരുന്ന തിയേറ്ററാണ് സിനിപോളിസ് ഐമാക്സ് വിത്ത് ലേസർ. അപ്പോൾ നിങ്ങൾ 3D സിനിമ കാണാൻ വരുന്നതായിരിക്കും നല്ലത്. കാരണം ഈ ആഴ്ച ഇറങ്ങാൻ പോകുന്നത് ക്രേവനും ലോർഡ് ഓഫ് ദ റിങ്സും ആണ്. ലോർഡ് ഓഫ് ദ റിങ്സിൻ്റെ ഒരു അനിമേഷൻ മൂവി ഇറങ്ങുന്നുണ്ട് ഐമാക്സിൽ. ബട്ട് അത് 2 സ്കോപ്പ് റേഷ്യോ ആണ്. അപ്പം നിങ്ങൾ ട്രാവൽ ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് വേർത്തായിട്ട് തോന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് പറയുന്നത്. എല്ലാവർക്കും ഞാൻ പറയാം എൻ്റെ തോട്ട് പ്രോസസ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ സൗണ്ടിൻ്റെ കാര്യം ഞാൻ എടുത്ത് പറയാൻ പോവാണ്. കാരണം എന്ന് വെച്ചാൽ പുഷ്പ 2 ഈ നമ്മളെ 3D വിർച്വൽ സൗണ്ട് അത് ഓൾമോസ്റ്റ് 70% ഞാൻ ആക്റ്റീവായിരുന്നു സത്യം പറഞ്ഞാൽ. ഐമാക്സ് DMRൻ്റെ ആയിരിക്കും. അതായത് അവർ സംസാരിക്കുന്ന സീനുകൾ വരുമ്പോൾ സൗണ്ട് ചെറുതായിട്ട് കുറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഈ ഒരു സൗണ്ട് കുറയ്ക്കുന്നുണ്ടെന്നൊക്കെ വിളിച്ചു. പക്ഷേ അങ്ങനെയല്ല, മ്യൂസിക്കും ഈ ഫൈറ്റ്സും അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആവും ഐമാക്സിൻ്റെ സ്പീക്കേഴ്സിൻ്റെ വിർച്വൽ സൗണ്ട്. അപ്പോൾ അത് അടിപൊളിയായിരിക്കും. പക്ഷേ സംസാരിക്കുമ്പോൾ അത് ചെറുതായിട്ട് കുറയുന്നുണ്ടായിരുന്നു. പക്ഷേ മോവാന 2 എനിക്ക് പൊതുവെ സൗണ്ട് കുറവായിട്ട് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇത്ര ഷോ ആയപ്പോൾ അവർ സൗണ്ട് കുറച്ചതാണോ എന്നൊക്കെ നമുക്ക് ഡൗട്ട് തോന്നിയിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും അല്ല. ഇതിലെ ക്ലൈമാക്സ് സീക്വൻസ്, എൻ്റെയർ സീക്വൻസിൽ ഫുൾ ഓൺ ആക്റ്റീവ് ആയിരുന്നു സ്പീക്കേഴ്സ്, ഭയങ്കര അടിപൊളിയായിരുന്നു. ബട്ട് എനിക്ക് തോന്നുന്നു പുഷ്പ 2 കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ സൗണ്ടിൻ്റെ വോളിയം ഒരു ലെവൽ താഴെയായിരുന്നു അൺടിൽ ദ ക്ലൈമാക്സ് സീക്വൻസ്. ആ ക്ലൈമാക്സ് സീക്വൻസ് എത്തുന്ന വരെയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചില സീക്വൻസ് സൗണ്ട് വരുന്നുണ്ട്, ഒരു ഡിമിൽ അടിക്കുന്ന സീനിലൊക്കെ നല്ലോണം സൗണ്ട് വന്നു, ബേസ് വന്നു. പക്ഷേ പുഷ്പ 2 കമ്പയർ ചെയ്യുമ്പോൾ സൗണ്ട് ആക്ച്വലി കുറച്ച് കുറവായിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷേ DCP ആണ് എൻ്റെ കൂടെ വന്ന ഫ്രണ്ട്, ഓൾറെഡി കോയമ്പത്തൂരിൽ ഈ സിനിമ കണ്ടാണ്. അപ്പോൾ അവൻ പറഞ്ഞത് അവിടെയും ഈ സിനിമയ്ക്ക് സൗണ്ട് കുറവായിരുന്നാണ് അവൻ പറഞ്ഞത്. സോ അങ്ങനെയായിരിക്കും. പിന്നെ ഞാൻ സിനിപോളിസ് സിനിമ കണ്ടപ്പോൾ ഞാൻ ആക്ച്വലി നോട്ടീസ് ചെയ്യാത്തൊരു കാര്യമുണ്ട്. കാരണം നേരത്തെ ഞാൻ കണ്ട പുഷ്പ 2 ഉണ്ട്, 3D കണ്ടപ്പോൾ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്. അവിടുത്തെ സ്റ്റീപ്നെസ് ഭയങ്കര അടിപൊളിയായിട്ട്, സീറ്റ് ഇങ്ങനെ സ്റ്റീപ്പ് ചെയ്ത് പോകുന്നത് ഭയങ്കര ഹൈ ആയിരുന്നെങ്കിലും സിനിപോളിസ് സീറ്റിന് ഇത്തിരി ഹൈറ്റ് കൂടുതലാണ്. അപ്പം ഞാൻ മോവാന 2 കാണുമ്പോൾ എൻ്റെ ഫ്രണ്ടിലത്തെ ആൾക്കാർ റിക്ലൈൻ ചെയ്യാത്ത കാരണം ഏറ്റവും അടിയിൽ ചെറുതായിട്ട് ഈ സീറ്റ്സ്, ആൾക്കാരുടെ തലയല്ല സീറ്റ് കവർ ചെയ്ത് പോകുന്നതായിട്ട് തോന്നുന്നുണ്ട് നമ്മുടെ വിഷ്വലിൽ. ഞാൻ അതുകൊണ്ട് ഇനി നെക്സ്റ്റ് ടൈം ഞാനിപ്പോൾ ഇരുന്ന സീറ്റിന് തൊട്ട് ഫ്രണ്ടിലിരുന്ന് നോക്കാൻ പ്ലാൻ അപ്പ് ഇത് വരുമെന്ന് അറിയാൻ വേണ്ടി. സോ അങ്ങനെ ഒരു പ്രശ്നം സിനിപോളിസ് ഉണ്ട്, സീറ്റിന് ഹൈറ്റ് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇവിടം വരെ സീറ്റ് കവർ ചെയ്ത് കിട്ടുമായിരിക്കും. പക്ഷേ
അതിന് ഡിസഡ്വാൻറ്റേജ് ഇപ്പം എനിക്ക് തോന്നുന്നത് ഇത്രയും ഇൻക്ലേഷൻ കൊടുത്തിട്ടും ചെറുതായിട്ട് നമ്മുടെ ഫീൽഡ് ഓഫ് വ്യൂവിൽ സീറ്റിൻ്റെ തലപ്പാകം വന്നിട്ടുണ്ടെന്നാണ്. അതായത് നിങ്ങൾ ഫുൾ സ്ക്രീൻ സിനിമ കാണുമ്പോഴാണ് ഇത് മെയിൻലി വരിക എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ ഇപ്രാവശ്യം തേടി കണ്ടപ്പോൾ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി, ബട്ട് എല്ലാവരും അത് നോട്ടീസ് ചെയ്തില്ല. അവരത് ക്ലിയർ ചെയ്ത് കാണുമായിരിക്കും. നമ്മളതിനെക്കുറിച്ച് അവരോട് പറഞ്ഞിട്ടുണ്ട്, അത് ക്ലിയർ ചെയ്ത് കാണുമായിരിക്കും. ബട്ട് ഇറ്റ് വാസ് നോട്ട് എ ബിഗ് ഇഷ്യൂ ബിക്കോസ് എല്ലാവരും നോട്ടീസ് ചെയ്തില്ല, ഞാൻ മാത്രമേ നോട്ടീസ് ചെയ്തുള്ളൂ. ഇന്ന് എൻ്റെ കൂടെ വന്ന ഫ്രണ്ടും ആണ് അത് നോട്ടീസ് ചെയ്ത്, ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് അതർവൈസ് ഇത്രയും ദിവസം ഓപ്പൺ ചെയ്തതിൽ അങ്ങനെ കംപ്ലയിൻസ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. സോ ഇറ്റ് ഈസ് എ വെരി ഗുഡ് സ്റ്റാർട്ട് ഫോർ ദം, വെരി ഗുഡ്, വെരി വെൽ ഡൺ. പിന്നെ 3 മാസം കൊണ്ട് ഇങ്ങനെ ഒരു ഐമാക്സ് തിയേറ്റർ അവർ ഒരുക്കും നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. ദാറ്റ് ഈസ് ആൾസോ എ ഗ്രേറ്റ് തിങ്. ഐ മീൻ 3 മാസം കൊണ്ട് തിയേറ്റർ പണി തീർത്തു എന്ന് മാത്രമല്ല, അവർ ആക്ച്വലി അത് ഓപ്പൺ ചെയ്തു, സിനിമ പ്ലേ ചെയ്തു എന്നുള്ളത് ദാറ്റ് ഈസ് എ വെരി ബിഗ് തിങ്. അങ്ങനെ നടക്കാറില്ല സത്യം പറഞ്ഞ ഇവിടെ. പിന്നെ മാത്രമല്ല ഇവർ പഴയ ഓടിയിൽ ഒന്നും ബാക്കിയില്ല. നിങ്ങളത് പഴയ ഓടി കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് പ്യുവർലി ഒരു പുതിയ സാധനം ഉണ്ടാക്കിയെടുത്ത പോലെയാണ്. അത്രയും നന്നായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. സോ ബിഗ് എക്സ്പെക്ടേഷൻ. ഇനി ഇവരിത് ഇങ്ങനെ നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. സിനിപോൾസ് ഇനിയും ബിഗ് പ്ലാൻസ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. കുറേ കൂടി ചേഞ്ചസ് ഒക്കെ വരുമായിരിക്കും, അവർ അതിന് പ്ലാൻ ഉണ്ടെന്ന് അവർ പറഞ്ഞു. നിങ്ങൾ ഐമാക്സ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് താഴത്ത് ഷെയർ ചെയ്യുക. കൊച്ചിയിൽ ഐമാക്സ് കണ്ടിട്ടുണ്ടെങ്കിൽ സോ ഇറ്റ് വിൽ ബി നൈസ്. എനിക്കറിയാൻ താല്പര്യമുണ്ട്. അതായത് ഇനി കാണാത്തവർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുഫാസ കാണാൻ വേണ്ടി December 20 മുതൽ ഇങ്ങോട്ട് വരിക. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.